സ്വാമി ശരണം. നമ്മൾ അനവധി ദൈവിക ആരാധനകളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിച്ചു. ഇന്ന് ഞാൻ ചെറിയ രീതിയിൽ വിശദീകരിക്കുന്നത് ഇവിടെ പൗർണമി പൂജ അല്ലെങ്കിൽ പൗർണമി വ്രതം എന്നുള്ള ഒരു ആരാധനാക്രമത്തെക്കുറിച്ചാണ്. ഇത് ശ്രവിക്കുന്ന ഓരോ വിശ്വാസിയും ഓരോ ഭക്തനും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആചാര്യന്മാർ ഭഗവത് സേവയ്ക്ക് വേണ്ടി, ദേവീദേവന്മാരുടെ അനുഗ്രഹത്തിന് വേണ്ടി ആരാധനാക്രമങ്ങൾ പല രൂപത്തിലും പല ഭാവത്തിലും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് ചെറിയ വ്യത്യാസങ്ങൾ ചില ദേശാചാരങ്ങൾക്കും ഒക്കെ അനുസരിച്ച് മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എങ്കിലും നക്ഷത്രം, തിഥി, വാരം, ദിനങ്ങൾ ഇതെല്ലാം വെച്ച് വിശേഷ രൂപേണ ആചരിക്കുന്നത് എല്ലാ ദേശത്തും പ്രാധാന്യമർഹിക്കുന്ന ഒരു ചടങ്ങുകൾ തന്നെയാണ്. അതിലെടുത്തു പറയേണ്ട ഒരു ആരാധനയാണ് പൗർണമി ദിനത്തിൽ പ്രത്യേകമായി ഭഗവതിയെ പൂജിക്കുക എന്നുള്ളത്. ആ ദിവസം വ്രതാനുഷ്ഠാനത്തോടുകൂടി ഉപവസിക്കുക എന്നുള്ളതും ഒരു പ്രത്യേക ആചാരരീതിയാണ്. പൗർണമി ദിനത്തിൽ സാക്ഷാൽ ഭഗവതിയുടെ ഉദാത്തമായൊരു ഭാവമാണ് ഭുവനേശ്വരി. ഈ ഭുവനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൂതലത്തിൻ്റെ എല്ലാം ഈശ്വരിയായി നമ്മൾ കൽപ്പിക്കപ്പെടുന്ന സത്വരജതമോ ഗുണമയായ സാക്ഷാൽ ഭുവനേശ്വരിയാണ് അന്ന് പ്രാധാന്യമായി നമ്മൾ ഭജിക്കുന്നത്. ദുർഗയായും ഭദ്രയായും കാർത്യായനിയായും അന്നപൂർണേശ്വരിയായും ലക്ഷ്മിയായും സരസ്വതിയായും എല്ലാം നമ്മൾ ആ മാതാവിനെ ആചരിക്കാറുണ്ട്. അതിൽ പൗർണമിയുടെ അന്ന്, പൗർണമി ദിനത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഭുവനേശ്വരിക്കാണ് എന്നുള്ളതാണ് ഒരു സവിശേഷത. എല്ലാ നാമങ്ങളിലും ആ ഭഗവതിയെ നമുക്ക് പൂജിക്കാം. എങ്കിലും ദേവീ മഹാത്മ്യത്തിൽ തന്നെ ആ ഭഗവതിയുടെ ആ സങ്കല്പത്തെ പറയുന്നത്, യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. ഒരു മാതൃഭാവത്തിൽ ഈ ഭൂമിയിലെ സർവചരാചരങ്ങളെയും ഒരു മാതൃഭാവത്തിൽ നമ്മളെ സംരക്ഷിക്കുവാൻ, മാതൃഭാവത്തിൽ ദർശിക്കുവാൻ, മാതൃഭാവത്തിൽ ആരാധിക്കുവാൻ, മാതൃഭാവത്തിൽ അനുഗ്രഹിക്കുവാൻ ഭഗവതി വിവിധ ആചാരക്രമങ്ങളിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതിൽ പൗർണമി ദിനത്തിലെ ആചരണം ശ്രീ ഭുവനേശ്വരിയായിട്ട് കൽപ്പിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ ദേശത്ത് ദുർഗയോ ഭദ്രയോ ഒക്കെ ആണെങ്കിലും അങ്ങനെയും ആചരിക്കുന്നുണ്ട്, തെറ്റില്ല. പക്ഷെ എങ്കിലും അതിന് പ്രാധാന്യമർഹിക്കുന്നത് ഭുവനേശ്വരിക്കാണ് എന്നൊരു വിശ്വാസം പണ്ട് മുതലേ നമ്മൾ കേട്ടുവരുന്നുണ്ട്. ആ ഭുവനേശ്വരി എല്ലാ രൂപഭാവങ്ങളെയും സമ്പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ആ ഭഗവതി ഭാവം, അത് ലളിതയായും ഭദ്രയായും എല്ലാം ആചരിക്കും. പൗർണമി ദിനത്തിൽ നമ്മൾ കുളിച്ച് ശുദ്ധമായി അന്ന് അതേ ദിനത്തിൽ ഒരിക്കലായി ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഒരിക്കൽ ആചരിച്ച് സന്ധ്യാവേളയിൽ ആ പൗർണമി ഉദിച്ചു വരുന്ന ആ സമയത്ത് വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ശുദ്ധമായ കേന്ദ്രത്തിലോ ഏതെങ്കിലും ക്ഷേത്രത്തിലോ പൂജകളിൽ പങ്കുകൊള്ളുക. നമ്മളൊരു പക്ഷേ ഭവനത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹമായിരുന്നോ ആചരിക്കപ്പെടുകയാണെങ്കിൽ സർവൈശ്വര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇന്നും നടത്തി വരാറുണ്ട്. ഐശ്വര്യപൂജ എന്ന നാമത്തിലാണ് അത് അറിഞ്ഞു വരുന്നത്. സാക്ഷാൽ ജഗദംബികയായ ആ ഭഗവതിയെ, സർവസ്വരൂപിണിയായിരിക്കുന്ന ആ ഭുവനേശ്വരിയെ ഒരു നെയ്വിളക്കിൽ അല്ലെങ്കിൽ നെയ്യൊഴിച്ച് കൊളുത്തുന്നതായ ഒരു നിലവിളക്കിൻ്റെ മുൻപിൽ ആ ഭഗവതിയുടെ നാമാർച്ചനകൾ ചെയ്ത് അവർക്ക് പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ അവരുടെ കീർത്തനങ്ങളോ ഒക്കെ ഭജിച്ച് അവർക്ക് അവരവരാൽ കഴിയുന്ന തരത്തിൽ ആചരണങ്ങൾ നടത്തി വരുന്നതാണ് ഒരു ലഘുവായ ഒരു സമ്പ്രദായം. അതിനെ വിപുലീകരിച്ച് ഭഗവതി സേവ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ല, ഏതെങ്കിലും ക്ഷേത്രങ്ങളിലാണെങ്കിൽ
ഒന്ന് പൗർണമിയുടെ അന്ന് ആ ഭഗവതിയുടെ കീർത്തനാലപങ്ങളും ഭജനകളുമെല്ലാം ചൊല്ലി ആ ദേവിയെ പ്രാർത്ഥിക്കാം. അതിനെല്ലാം ഉപരി ഇന്ന് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ആ മഹത്തായ ഗ്രന്ഥം, ആ സഹസ്രനാമം ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അനവധി ഭക്തന്മാർ ഉപയോഗിച്ചു വരുന്നുമുണ്ട്. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ഈ പൂജാക്രമങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് സ്ത്രീ ഭക്തജനങ്ങൾക്ക് പ്രാധാന്യമായിട്ടാണ് കാണുന്നത്. ഒന്നെടുത്ത് പറയാം, പുരുഷന്മാർക്കും ഇതൊന്നും വർജ്യമല്ല, ഇതൊന്നും അവരിൽ നിന്നും വിലക്കപ്പെട്ടിട്ടുമില്ല. പക്ഷേ സ്ത്രീകളാണ് കൂടുതൽ ക്ഷേത്ര സങ്കേതങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരാധനാക്രമങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഉപവാസങ്ങളിലുമെല്ലാം പങ്കാളിയാകുന്നു എന്നാണ് കണ്ടുവരുന്നത്. ആ സിന്ദൂരാരണ വിഗ്രഹയായിരിക്കുന്ന സാക്ഷാൽ ഭഗവതിയെ പൗർണമി ദിനത്തിൽ ആചരിച്ച് ആ ഭഗവതിയുടെ പാദങ്ങളിൽ നമിച്ച് അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ പാത്രീഭൂതരാകുക എന്നുള്ളത് ഒരുപക്ഷെ ജന്മജന്മാന്തര സുഹൃതങ്ങൾക്ക് തുല്യം തന്നെയാണ്. അങ്ങനെ ഭഗവതിയെ നമ്മൾ ആചരണത്തോടുകൂടി ഭഗവതിയെ ആചരിക്കുക എന്നുള്ളതാണ് ഇതിന് പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം. ഈ പൗർണമി ദിനത്തിന് നമ്മുടെ ആരാധനാക്രമം തന്നിരിക്കുന്നതിന് ആചാര്യന്മാർ നമ്മുടെ ആരാധനകളെല്ലാം തന്നെ ജ്യോതിഷശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കിയാൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം സാക്ഷാൽ ഭഗവതി സങ്കല്പത്തിൽ ഉള്ളതാണ്. കാരണം ഭുവനേശ്വരി, ദുർഗ, ഇതിൻ്റെ എല്ലാം ഒരു കാരകഗ്രഹമാണ് ചന്ദ്രൻ. പ്രത്യക്ഷ സ്വരൂപങ്ങളായി നമ്മൾ കാണുന്ന സൂര്യനെയും ചന്ദ്രനെയും നിലനിർത്തിക്കൊണ്ട് സൂര്യചന്ദ്രന്മാരെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ രാശിചക്രം തന്നെ നമ്മൾക്ക് ലിഖിതമായിട്ടുള്ളത്. കാരണം ഒരു രാശിചക്രത്തിൽ മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിൽ ഓരോ ഗ്രഹങ്ങളുടെ അധിപസ്ഥാനം അല്ലെങ്കിൽ അവരുടെ ക്ഷേത്രങ്ങൾ നോക്കിയാലും കർക്കടകത്തിൽ ചന്ദ്രനും ചിങ്ങത്തിൽ സൂര്യനും അധിപന്മാരായിരിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും ഓരോ ക്ഷേത്രങ്ങളെ രാശിചക്രത്തിൽ കാണുന്നുള്ളൂ. അത് വലത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. ഇടത്തോട്ടെടുത്താലും ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. ഇങ്ങനെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഇതേ ഘടനയനുസരിച്ചാണ് ഗ്രഹങ്ങളുടെ ക്ഷേത്രം തീരുമാനിച്ചിട്ടുള്ളത്. ദിനരാത്രങ്ങൾ കൊണ്ട് നമ്മൾ വിശ്വസിക്കുമ്പോൾ അഹസിൻ്റെ അല്ലെങ്കിൽ പകലിൻ്റെ അധിപനായിരിക്കുന്ന സൂര്യനും നിശയുടെ അല്ലെങ്കിൽ രാത്രിയുടെ അധിപനായിരിക്കുന്ന ചന്ദ്രനും, ഈ 2 ഗ്രഹങ്ങളെയാണ് പ്രാധാന്യം കൊടുത്താണ് നമ്മുടെ ജ്യോതിഷശാസ്ത്രത്തിൽ തന്നെ ഈ ആരാധനാക്രമങ്ങൾക്ക് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ചന്ദ്രൻ്റെ പൂർണ്ണ ബലമുള്ള ഒരു ദിനമാണ് പൗർണമി ദിനം. ആ പൗർണമി ദിനത്തിൽ ആ കാരകഗ്രഹമായിരിക്കുന്ന ചന്ദ്രൻ, ഭഗവതിയുടെ കാരകഗ്രഹമായിരിക്കുന്ന ചന്ദ്രൻ പൂർണ്ണ ബലത്തിൽ നിൽക്കുന്ന ദിനത്തിൽ ദേവി ആരാധന ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഈ പൗർണമി ദിനത്തിൽ വ്രതത്തോടുകൂടി പൗർണമി ദിനത്തിൽ നമ്മൾ ആരാധനകൾ ചെയ്യുന്നത് അതിശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞത് തന്നെ ഈയൊരു കാര്യം കൊണ്ടാണ്. കാരണം സാക്ഷാൽ ഭുവനേശ്വരിയായിരിക്കുന്ന ഭഗവതി പഞ്ചഭൂത സമന്വയമായിരിക്കുന്ന എല്ലാ ചരാചരങ്ങളെയും ഈ ഭുവനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന സാക്ഷാൽ ഭഗവതിയെ ശുഭകായ വിദ്മഹേ കാമദായിന്യ ധീമഹി തന്നോ ഭുവനേശ്വരി പ്രചോദയാൽ എന്ന ആ ഒരു ഉപചാരമന്ത്രത്തോടുകൂടി നമ്മൾ കൽപ്പിച്ച് സാക്ഷാൽ ഭുവനേശ്വരിയെ പ്രാർത്ഥനയോടുകൂടി ആ പൗർണമി ദിനത്തിൽ സന്ധ്യാവേളയിൽ പൂർണ്ണമായി ചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന ആ വേളയിൽ പ്രാർത്ഥിക്കുന്നതാണ് ഈ പൗർണമി ദിനത്തിൻ്റെ ഒരു പ്രത്യേകത. അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലാണെങ്കിൽ അവിടുത്തെ ദീപാരാധന അല്ലെങ്കിൽ ഈ ആരാധന കഴിഞ്ഞാൽ, ഐശ്വര്യപൂജയാണെങ്കിൽ അതിൻ്റെ സമർപ്പണം കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഭവനത്തിലാണ് നിങ്ങൾ പൂജിക്കുന്നതെങ്കിൽ ആ സന്ധ്യാവേളയിൽ ആ നിലവിളക്കിൻ്റെ മുമ്പിലുള്ള പ്രാർത്ഥന കഴിഞ്ഞാൽ നിങ്ങളുടെ വ്രതം
അവിടെ വെച്ച് അത് അവസാനിക്കുന്നു. അന്ന് മുഴുവൻ ശുദ്ധമായ അല്ലെങ്കിൽ നമ്മൾ സസ്യഭുക്കുകളായിട്ടുള്ള രീതിയിലെ ഭക്ഷണം കഴിക്കാവൂ. മത്സ്യമാംസാദികളെല്ലാം വർജിക്കണം. കഴിയുമെങ്കിൽ പകൽ ഉറങ്ങാതെ ഇരിക്കുക. എപ്പോഴും ആ ഭഗവതിയുടെ സാക്ഷാൽ ദേവിയുടെ സ്മരണയോടുകൂടി ആയിരിക്കണം ആ ദിനം നമുക്ക് പൂർത്തീകരിക്കുവാൻ. ഇങ്ങനെ ആചാര്യന്മാർ നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ഉപദേശിച്ചു തന്നിട്ടുള്ള ഈ ആരാധനാക്രമങ്ങളെല്ലാം ഈ കലിയുഗത്തിൽ മാനവരാശിയിൽ അവർക്കും അവരുടെ പരമ്പരകൾക്കും കുടുംബത്തിലെ എല്ലാവർക്കും സർവ്വസൗഖ്യങ്ങളും നേടുവാൻ വേണ്ടി, സർവ്വ വേണ്ടി, സർവ്വ അഭിവൃദ്ധിക്ക് വേണ്ടി ഈ ആരാധനകളെല്ലാം ചെയ്ത് നമുക്ക് അനുഗ്രഹം തേടാമെന്ന് എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളും സാക്ഷാൽ ശക്തിസ്വരൂപിണിയായിരിക്കുന്ന ആ ഭുവനേശ്വരി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.